ദൈവമേ മിക്സി. ഹലോ, ഇന്ന് നമുക്ക് നാട്ടിൽ നിന്ന് വന്ന ഒരു പെട്ടി പൊട്ടിക്കാം. 2 ബോക്സിന്റെ നമ്മുടെ കയ്യിൽ. അപ്പൊ നമുക്ക് ചെറുതിന്ന് ആദ്യം തുടങ്ങാം. ഇത് ഞാൻ ക്ലൗഡ് ലൈൻ കാർഗോ ആൻഡ് ലോജിസ്റ്റിക്സ് വഴിയാണ് അയച്ചത്. ഇവരുടെ സർവീസ് അടിപൊളിയാട്ടോ. ഇവർ നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് എനിക്ക് 8th വർക്കിംഗ് ഡേയിൽ തന്നെ റിസീവ് ആയി. ഞാൻ ആരും പ്രൊമോട്ട് ഒന്നും ചെയ്യല്ല കേട്ടോ. ഇത് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുള്ളൂ. ഫൈനലി നമുക്ക് നമ്മുടെ സാധനം കിട്ടി. ഇത് മൊത്തം അച്ചാറാണ്. ഞാൻ ഭയങ്കര അച്ചാർ അഡിക്റ്റ് ആണ്. എനിക്ക് എന്ത് കഴിക്കണമെങ്കിലും അച്ചാർ വേണം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങി മുടിഞ്ഞതുകൊണ്ട് നാട്ടിൽ നിന്ന് അയപ്പിച്ചതാണ് ഇതെല്ലാം. ഇവരുടെ പാക്കിംഗ് കുറച്ചധികം ഗംഭീരമായതുകൊണ്ട് ഇത് അഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടു. തീരുമ്പോ പുതിയ പുതിയ കെട്ടുകളാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പകുതി വഴിയിൽ ഞാൻ ഉപേക്ഷിച്ചാലോന്ന് വരെ ആലോചിച്ചു. പിന്നെ എന്റെ ആവശ്യമായി പോയി. എനിക്ക് തോന്നുന്ന പിക്കിളായതുകൊണ്ടായിരിക്കും ഇവർ ഇത്രയും സെക്യൂർ ആയിട്ട് പൊതിയണത്. കാരണം അല്ലെങ്കിൽ ലീക്കേജ് ഉണ്ടാവുമല്ലോ. ബാക്കി പ്രോഡക്ട്സിനൊന്നും ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇനി നമുക്ക് വലിയൊരു പെട്ടി പൊട്ടിക്കാനുണ്ട്. ഇതിനകത്താണ് എന്റെ എല്ലാ മെയിൻ സാധനങ്ങളും. വേറെ കൊറിയർ കമ്പനി വഴി നാട്ടിൽ നിന്ന് ബോക്സ് അയച്ച എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഇവര് പൈസ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റെസ്പോണ്ട് ചെയ്യില്ലാന്ന്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് അതുപോലെ ഒന്നും ആയിരുന്നില്ല കേട്ടോ. കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്പൊ തന്നെ റിപ്ലൈ തരും. ഇത് കണ്ടപ്പോൾ എന്റെ മൈൻഡ് വോയിസ് എന്താന്ന് നിങ്ങൾക്കറിയോ? ദൈവമേ മിക്സി. ഈശ്വര, ഞാൻ എന്തൊക്കെ എടുക്ക ദൈവമേ. ഇതൊരു ഇഡ്ലി ചെമ്പാണ്. ഇത് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാത്തതെന്ന് പറഞ്ഞപ്പോ നാട്ടിൽ നിന്ന് അയച്ചതെന്നാണ്. സത്യത്തിൽ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ മടിയായതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കാത്തത്. അപ്പൊ ശരി, ഞാൻ പോയി തിന്നട്ടെ. ബൈ.